യാത്രക്കാരുടെ പ്രിയപ്പെട്ട വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഉടൻ ഓടിത്തുടങ്ങും. മലയാളികളടക്കം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ അടുത്ത മാസം പുറത്തിറക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരിക്കുകയാണ്. ഗുജറാത്തിലെ ഭാവ്നഗറിൽ നടന്ന പരിപാടിയിലായിരുന്നു മന്ത്രിയുടെ സുപ്രധാന പ്രഖ്യാപനം. ICF സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച അത്യാധുനിക വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ സെപ്റ്റംബറിൽ പുറത്തിറക്കുമെന്നും നമോ ഭാരത്, അമൃത് ഭാരത്, വന്ദേ ഭാരത്, വന്ദേ സ്ലീപ്പർ തുടങ്ങിയ ട്രെയിനുകൾ രാജ്യത്തിന്റെ റെയിൽ ഗതാഗതത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ പരിവർത്തനം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ വന്ദേ സ്ലീപ്പറിൽ 16 കോച്ചുകൾ ഉണ്ടായിരിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനെ AC ഫസ്റ്റ് ക്ലാസ്, AC 2 ടയർ, AC 3 ടയർ എന്നിങ്ങനെ 3 ക്ലാസുകളായി തിരിച്ചിരിക്കും. 1128 യാത്രക്കാരെയാകും ട്രെയിനിന് ഉൾക്കൊള്ളാനാവുക. അതേസമയം ആദ്യ വന്ദേ സ്ലീപ്പർ ട്രെയിനിന്റെ റൂട്ട് ഇതുവരെ അന്തിമമാക്കിയിട്ടില്ല. റെയിൽവേ ബോർഡായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം എടുക്കുക. USB ചാർജിംഗ് സൗകര്യമുള്ള ഇന്റഗ്രേറ്റഡ് റീഡിംഗ് ലൈറ്റ്, പബ്ലിക് അനൗൺസ്മെന്റ്, വിഷ്വൽ ഇൻഫർമേഷൻ സിസ്റ്റങ്ങൾ, ഡിസ്പ്ലേ പാനലുകൾ തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളാണ് വന്ദേ സ്ലീപ്പർ ട്രെയിനുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ സുരക്ഷാ ക്യാമറകൾ, മോഡുലാർ പാൻട്രികൾ, ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്കായി പ്രത്യേക ബർത്തുകൾ, ടോയ്ലറ്റുകൾ എന്നിവയുൾപ്പെടെ ലോകോത്തര സവിശേഷതകൾ ഇന്ത്യൻ റെയിൽവേ വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ ഫസ്റ്റ് AC കാർ യാത്രകൾക്കായി കുളിക്കാൻ ചൂടുവെള്ളത്തിനുള്ള സൗകര്യവും ട്രെയിനിനുണ്ട്. യാത്രാ സമയം കുറയ്ക്കുന്നതിനൊപ്പം വന്ദേ ഭാരത് ട്രെയിനുകളിലൂടെ ഇന്റർസിറ്റി കണക്ടിവിറ്റി ഗണ്യമായി വർദ്ധിപ്പിക്കാനും ഇന്ത്യൻ റെയിൽവേക്ക് സാധിച്ചിട്ടുണ്ട്. 140 വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകളാണ് ഇന്ന് രാജ്യത്തുള്ളത്. യാത്രക്കാർക്ക് സുഖപ്രദമായ യാത്ര ഉറപ്പാക്കുന്നതിനും അത്യാധുനിക സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതിനും റെയിൽവേ മന്ത്രാലയം മുൻഗണന നൽകുന്നുണ്ട്. ഇതിനായി വന്ദേ ഭാരത് ട്രെയിനുകൾ, അമൃത് ഭാരത് ട്രെയിനുകൾ, നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നിവ റെയിൽവേ കൊണ്ടുവന്നു. യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിലും റെയിൽവേ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നുവെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ചെന്നൈ ആസ്ഥാനമായുള്ള ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി വികസിപ്പിച്ച സെമി ഹൈസ്പീഡ് ട്രെയിനാണ് കേരളത്തിലടക്കം ഹിറ്റായ വന്ദേ ഭാരത്. വന്ദേ ഭാരത് യാത്രയിലൂടെ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താം എന്നതാണ് പ്രത്യേകത. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ രാജ്യത്ത് 1.9 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയെന്നാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുന്നത്. ആകെ 237 പദ്ധതികളാണ് ഇതുവരെ നടപ്പിലാക്കിയത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഇന്ത്യൻ റെയിൽവേയിലുടനീളം 61,462 കിലോമീറ്റർ നീളമുള്ള 892 സർവേകൾ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. യാത്രക്കാർക്ക് ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ നൽകുന്നതിനും റെയിൽവേ മേഖല കാര്യക്ഷമമാക്കുന്നതിനുമായി ഇന്ത്യൻ റെയിൽവേ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതികളും ആരംഭിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയിൽ ഇതുവരെ 1337 സ്റ്റേഷനുകൾ നവീകരിച്ചിട്ടുണ്ടെന്നും റെയിൽവേ മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.